സുരേഷ് എടുക്ക്, സുരേഷ് കഴിക്കും. അത് സാധനം ഉള്ളി സാധിച്ചോ? സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറക് വിരിഞ്ഞു. ഹിമവാന്റെ മാറിൽ മഞ്ഞിലൂടെയുള്ള ഒരു റൈഡ് എല്ലാവരെയും പോലെ എന്നെയും ഏറെ ത്രസിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇക്കുറി സോളോ അല്ല, സുഹൃത്തുക്കളായ സുരേഷും പ്രദീപേട്ടനും കൂടെയുണ്ട്. ഒരു വർഷം മുമ്പേ സുരേഷ് പറഞ്ഞുറപ്പിച്ചതാണ് അടുത്ത യാത്രയ്ക്ക് കൂടെ ഉണ്ടാകുമെന്ന്. ഇപ്രാവശ്യത്തെ ഈദ് ഹോളിഡേയ്സ് ശരിക്കും മുതലെടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ മുത്തുകളുടെ നാടായ ബഹ്റിനിൽ നിന്നും ഏപ്രിൽ 8 തീയതി രാത്രി 8 മണിക്ക് പുറപ്പെടുന്ന എമിറേറ്റ്സിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ദുബായ് വഴി ട്രാൻസിറ്റ് ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് ഏപ്രിൽ 9 തീയതി പുലർച്ചെ 3:15 ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ചണ്ഡീഗഡാണ് അടുത്ത ലക്ഷ്യം. ഡൽഹി പോലീസിൻ്റെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിൽ നിന്നും വിശ്വാസത്തോടെ ടാക്സി ബുക്ക് ചെയ്തു. സുസുക്കിയുടെ ചെറിയ കാറിന് 7,000 രൂപയും 7 സീറ്ററിന് 8,000 രൂപയുമാണ് ടോൾ അടക്കം ഡൽഹിയിൽ നിന്നും ചണ്ഡീഗഡിലേക്കുള്ള ചാർജ്. ഒരു പാട്ട വണ്ടിയും ഉറക്കം തൂങ്ങുന്ന ഡ്രൈവറും ക്ഷീണിതരായ 3 യാത്രക്കാരും. 4 മണിയോളമായി കാണും. വെളിച്ചം തീരെ വന്നിട്ടില്ലെങ്കിലും നിരത്തിൽ അത്യാവശ്യം വണ്ടികളുണ്ട്. ക്ഷീണിതരായ നമ്മൾ ഡൽഹിയിൽ നിന്നും ചണ്ഡീഗഡിലേക്കുള്ള യാത്ര ആരംഭിച്ചു. കുറെ നേരത്തെ നമ്മുടെ നിർബന്ധത്തിന് ശേഷം ഡൽഹി ഹരിയാന ബോർഡറിൽ സോണിപത്ത് എന്ന സ്ഥലത്തെ ഒരു ഡാബയിൽ ചായ കുടിക്കാൻ ഡ്രൈവർ വണ്ടി നിർത്തി. നേരെ കാണിക്കുന്ന ആ സ്ക്രീനിന്റെ ഏറ്റവും ടോപ്പിലുണ്ടല്ലോ എൻ്റെ തല ഉണ്ടാവണം. സുരേഷ് എടുക്ക്, സുരേഷ് കഴിക്കും. അത് സാധനം ഉള്ളി സാധിച്ചോ? യാത്ര തുടങ്ങിയ മുതൽ സുരേഷിനും പ്രദീപേട്ടനും എൻ്റെ വീഡിയോഗ്രാഫി ക്ലാസ്സുകൾ കൊണ്ട് പൊറുതിമുട്ടി തുടങ്ങിയിരുന്നു. ഉള്ളിയും ചീസും നിറച്ച ബ്രെഡ് ടോസ്റ്റ് നല്ല രുചിയുണ്ടായിരുന്നു. പച്ചമുളകിൻ്റെ എരിവ്, ചൂട് ചായയും പൊളി. പ്രദീപേട്ടൻ ഉള്ളി സാൻഡ്വിച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് വളരെ സ്നേഹത്തോടെ അകത്താക്കി. ഇതിന് പുറത്തുള്ള പാൻ കടയിൽ കിട്ടാത്ത പാൻ വെറൈറ്റികളില്ല. ചായ കുടിക്ക് ശേഷം എല്ലാവരും ഉഷാറായി. ഉറക്കം തൂങ്ങിയിരുന്ന ഡ്രൈവറും കുറച്ച് ഊർജ്ജസ്വലനായി. കാറിൽ ഭക്തിഗാനങ്ങളൊക്കെ ആയപ്പോഴേക്കും നല്ല ഒരു വൈബ്. ചായക്കും സാൻഡ്വിച്ചിനും തുച്ഛമായ വിലയായിട്ടുള്ളൂ. വാറ്റ് അടക്കം മൊത്തം 250 രൂപ, ചായക്ക് 35 രൂപ. ഹരിയാനയുടെ കൊയ്ത്തു കഴിഞ്ഞ ഗോതമ്പ് പാടങ്ങളിൽ എണ്ണസൂര്യൻ ഉദിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇരുവശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന വയൽ പ്രദേശം. ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 4ാം സ്ഥാനം ഹരിയാനയ്ക്കാണ്. 1966 നവംബർ മാസം വരെ ഹരിയാന പഞ്ചാബ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് പഞ്ചാബി ഭാഷ സംസാരിക്കുന്ന പഞ്ചാബും ഹിന്ദി കൂടുതലായി സംസാരിക്കുന്ന സംസ്ഥാനമായി ഹരിയാനയും വിഭജിക്കപ്പെട്ടു. ചണ്ഡീഗഡ് ഇന്നും ഈ 2 സ്റ്റേറ്റുകളുടെ തലസ്ഥാനമായി തുടരുന്നു. വഴിവക്കിലുള്ള ഫ്യൂൽ സ്റ്റേഷനിൽ അല്പനേരം ബ്രേക്ക് എടുത്ത് റിഫ്രഷായി പിന്നെയും യാത്ര തുടർന്നു. സ്വിസ് ഫ്രഞ്ച് ആധുനിക വാസ്തുശില്പകാരനായ
ലീ കോർബുസേറാണ് ഈ നഗരത്തിന് രൂപകൽപ്പന നൽകിയത്. ക്യാപിറ്റൽ കോംപ്ലക്സ്, ഹൈക്കോർട്ട്, സെക്രട്ടേറിയറ്റ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ജയന്റ് ഓപ്പൺ ഹാൻഡ് മോണ്യുമെന്റ്, റോക്ക് ഗാർഡൻ എന്നിവ അദ്ദേഹത്തിന്റെ മഹത്തരങ്ങളായ സൃഷ്ടികളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിനെ ചെറിയ ചെറിയ സെക്ടറുകളായി വിഭജിച്ചിരിക്കുന്നു. സെക്ടർ 42ലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. ബഹറിലുള്ള എൻ്റെ സുഹൃത്ത് മുഖാന്തരം ഇവിടെയുള്ള ഹിമാലയൻ ബൈക്ക് റെൻ്റൽ എന്ന സ്ഥാപനത്തിൽ നമ്മുടെ റൈഡിനുള്ള ബൈക്കുകൾ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഡൽഹിയിൽ നിന്നും പുലർച്ചെ 4 മണിക്ക് പുറപ്പെട്ട് 10 മണിയോടെ ഏകദേശം 6 മണിക്കൂർ യാത്ര നമ്മൾ ചണ്ഡീഗഡ് സെക്ടർ 42-ൽ ഹിമാലയൻ ബൈക്ക് റൈഡിൻ്റെ ഓഫീസിന് മുന്നിലെത്തി. ചെറിയൊരു മാർക്കറ്റ് പ്ലേസ്. റിഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനടുത്തുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ഒന്ന് ഫ്രഷായി. മനാലി റൂട്ടിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ലഖ്വിന്ദർ വിവരിച്ചു തന്നു. മനാലി എക്സ്പ്രസ് ഹൈവേ ഇനിയും പൂർത്തിയായിട്ടില്ല. ടണലുകൾ ഇനിയും തുറക്കാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മളുള്ളത് ഹിമാലയൻ ബൈക്ക് റെൻ്റൽ ചണ്ഡീഗഡിൽ സെക്ടർ 42-ലുള്ളത്. ഇത് നമ്മുടെ ലഖ്വിന്ദർ. हेलो लखींदर. हेलो सर. आपके पास कौन सा बाइक है इसका? मेरे पास सर रॉयल एनफील्ड पे सभी बाइक्स हैं. नॉर्मल क्लासिक 350 है, हंटर 350 है, मटेओर है, उसके बाद स्क्रैम आ जाता है, उसके बाद ഹിമാലയൻ ബൈക്ക് റെൻ്റലിൽ പല വിധത്തിലുള്ള ബൈക്കുകൾ ലഭ്യമാണ്. 1000 രൂപ മുതൽ 3000 രൂപ വരെ പ്രതിദിന വാടകയുള്ള ബൈക്കുകൾ ഇവിടെയുണ്ട്. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ 350cc ബൈക്കുകൾ 2 എണ്ണം സെലക്ട് ചെയ്തു. റൈഡിംഗ് ഗിയേഴ്സായ ഗ്ലൗസ്, ഹെൽമെറ്റ്, നീ ഗാർഡ്, എൽബോ ഗാർഡ് എന്നിവ ബൈക്കിൻ്റെ കൂടെ ഫ്രീ ആയി കിട്ടി. റൈഡിംഗ് ജാക്കറ്റിന് 200 രൂപയാണെങ്കിലും കുറച്ച് ഡിസ്കൗണ്ടിൽ നമുക്കത് തന്നു. റോയൽ എൻഫീൽഡ് 350cc ഒരു ദിവസം 1200 രൂപയാണ് ഇവിടെ ഈടാക്കുന്നത്. പെട്രോൾ ചാർജ് അഡീഷണൽ വരും. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മഞ്ഞൊരുക്കാത്ത കാരണം നമ്മുടെ പരിപാടി ചെറുതായി മാറ്റേണ്ടി വന്നു. ചന്ദ്രതാൾ റൂട്ട് റോഹ്താങ് മുതൽ അടച്ചിട്ടിരിക്കുന്നു. ലഡാക്ക് റൂട്ടിലുള്ള ബാരാലാച്ച പാസ് മഞ്ഞ് മൂടിക്കിടക്കുന്ന കാരണം കീലോങ് വരെ മാത്രമേ പോകാൻ പറ്റൂ എന്നും ലഖ്വിന്ദർ പറഞ്ഞു. പേപ്പേഴ്സൊക്കെ ശരിയാക്കി നമ്മൾ അടുത്തുള്ള ടീ ഷോപ്പിൽ നിന്നും ഓരോ ചായ കുടിച്ചു. എല്ലാം ഒരു ടിപ്പിക്കൽ പഞ്ചാബി വൈബ്. ഇഷ്ടെ കൊണ്ട് നിർമ്മിച്ച സിമെന്റ് തേക്കാത്ത കെട്ടിടങ്ങളായിരുന്നു ചുറ്റിലും. ബാക്ക് പാക്കും മറ്റു സാധനങ്ങളും ബഞ്ചി റോപ്പ് കൊണ്ട് ബൈക്കിൻ്റെ കാരിയറിൽ വലിച്ചു കെട്ടി. ലഖ്വിന്ദറിനോട് യാത്ര പറഞ്ഞ് ഏകദേശം 11 മണിക്ക് നമ്മൾ യാത്ര ആരംഭിച്ചു. സാവധാനം ചണ്ഡീഗഡിൻ്റെ തിരക്കേറിയ തെരുവുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. മുന്നോട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചും റോഡിനെക്കുറിച്ചും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ബൈക്കും നമ്മളും ഗൂഗിളും ഒരു ധാരണയിലെത്തുന്ന യാത്ര. 310 കിലോമീറ്റർ മനാലിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാണിത്. 10 മണിക്കൂറെങ്കിലും മിനിമം വേണ്ടിവരും. പുറപ്പെടാൻ വൈകിയതുകൊണ്ട് ഇരുള് പരക്കുന്നതിന് മുമ്പേ ലക്ഷ്യത്തിലെത്തുക പ്രയാസം തന്നെയായിരിക്കും. ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് എവിടെയാണോ എത്തുക അവിടെ തങ്ങാം എന്ന് തീരുമാനിക്കും. വലിയ നിശ്ചയമൊന്നുമില്ലാത്ത ഈ യാത്രയുടെ തുടർച്ച അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം.